ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗെയിമാണ് ഗൈസ്. അതില് എന്താ നമ്മള് ഓരോന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിക്കും. അതിനകത്ത് ആര് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ചെയ്തവര് കൈവെക്കും, അതാണ് സംഭവം. ചെറിയൊരു ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുനിന്ന് ഒരാളോട് ആഡ് ചെയ്താണ് ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആരെങ്കിലും വേണ്ടേ? നമുക്ക് ആളില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആരാണെന്ന് പറയുന്നു. അത്രേ ഉള്ളു ഗൈസ്. പിന്നെ എന്റെ മുഖത്തൊരു കുരു വന്നിട്ടുണ്ട് ഗൈസ്. അതായിരിക്കും ഇവിടെ മൂക്കിന് ചെറിയൊരു വീക്ക് ഉണ്ടില്ലേ, ഐസ് പിമ്പിൾസ് അറ്റാക്ക് നല്ല രീതിക്കുണ്ട് ചോട്ടൂന് ഇപ്പൊ ഈ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചെറിയൊരു ഫൺ ഗെയിമിലോട്ട് പോവാം. ആരാ ക്വസ്റ്റ്യൻ വായിക്കുന്നേ? നീ വായിക്കും. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Who said I love you first? ആരാണ് ആദ്യം ഐ ലവ് യു പറഞ്ഞത്? ഞാൻ. അതെല്ലാവർക്കും അറിയാം. അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല, നമുക്ക് രണ്ടുപേർക്കും ലവ് സ്റ്റോറി അറിയാം. ആരാണ് ആദ്യം വഴക്കുണ്ടാക്കുന്നത്? ഇതിൽ നിന്ന് നമ്മുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതെ, നമ്മുടെ ലൈഫിന്റെ കുറെ പേര് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെയാണോ കളിക്കുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളുടേതായ രീതിയിലും കളിക്കും. അടുത്ത ഏറ്റവും കൂടുതൽ ചളി പറയുന്നത് ആര്? ഞാനല്ല, ഞാൻ പറയത്തില്ല. നീ ഞാൻ പറയത്തില്ല. മണ്ടത്തരമാണെങ്കി എന്ത് മണ്ടത്തരന്നില്ല, ഞാൻ എല്ലാം കറക്റ്റായിട്ടാ പറയുന്നത്. മണ്ടത്തരമാണെങ്കി ഇതാ, പക്ഷെ ചളി അത്ര ഇത് പറയും. ഇവനാണ് കേസ് ചളി പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും അല്ലേ കേസ്, രണ്ടുപേരും ചളി പറയാറില്ല. ഓക്കെ, വഴക്കുണ്ടാക്കിയാൽ ആരാണ് ആദ്യം ക്ഷമിക്കുന്നത്? അത് ഞാനാ ഗൈസ്. എന്ത് വന്നാലും നമ്മൾ തന്നെ പോണം ഗൈസ്, അല്ലെങ്കിൽ അറിയാലോ, അത് അനുഭവം ഉള്ളവർക്ക് അറിയാം. ഇത് നമ്മുടെ ലൈഫിൽ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്, ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷെ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഗൈസ്. നമ്മൾ എത്രയോ പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്തേക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ സിമ്പിള്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അടുത്ത ഇതിലാർക്കാണ് കൂടുതൽ വാശി? ഓ എന്റെ പൊന്നേ, ഒന്നും പറയണ്ട. വാശി എന്ന് പറഞ്ഞാ ഒരു വാക്കെങ്ങാനും പാളിക്കഴിഞ്ഞ പോയി. വാശിയുടെ അങ്ങ് അറ്റം എന്ന് വെച്ചാ 100 ഒന്നും അല്ല, ഒരു 999 കേസ് വാശി. 100% ചുമ്മാതാ, അതിൽ കൂടുതൽ, അതുക്കും മേലെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം കേസ് നമ്മളെല്ലാരും. ബോയ്സിനെ പോലെ അല്ലേ ഗേൾസ്, അത് നമ്മള് കുറച്ച് മനസ്സിലാക്കാനുണ്ട്. എനിക്ക് ഭയങ്കര എന്തോ പോലാണ് ബോയ്സിന്റെ വാശി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം. പക്ഷെ അതുപോലല്ല ഒരു പെണ്ണിന്റെ വാശി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നേ, അൺകണ്ടീഷനാണ് ഗേസ്. പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മള് പയ്യെ അതിലേക്ക് ചെന്ന്, അല്ല പയ്യെ നമ്മൾ ആ വാശി മാനേജ് ചെയ്ത് മുന്നോട്ടല്ല, ബന്ധമല്ല, നമ്മൾ പയ്യെ മാനേജ് ചെയ്ത് വേണം ഗൈസ് ഇതിന്റെയൊക്കെ അടുത്തോട്ട് പോവാൻ. വാശി പിടിച്ചിരിക്കുമ്പോ അടിപറ്റാം, സാധനങ്ങൾ വാരി എറിയാം, അടിയൊക്കെ കൊള്ളാൻ ഇഷ്ടം പോലെ എല്ലാരും റെഡി ആയിരുന്നാൽ വാശി പിടിച്ചിരിക്കുന്നവരെ അടുത്തോട്ട് ചെല്ലാം. പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്ന ഈ വീഡിയോ. ആകെപ്പാടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മള്. അപ്പം എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ് ഇതൊക്കെ സംഭവങ്ങള്. അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഉണ്ടോ, എങ്ങനെയാ എന്നുള്ള കാര്യം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള, നമ്മളെല്ലാരും മനുഷ്യരല്ലേ, കോമൺ ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ അടുത്ത് ചോദിക്കും,
ഇതിൽ ആരാണ് റൊമാൻറ്റിക് കൂടുതലും? ഞാൻ എന്തോ ഞാനില്ലേ, നമ്മൾ രണ്ടുപേരും ഈക്വൽ രണ്ടുപേരും. പണ്ട് ഞാൻ അത്ര ഇല്ലായിരുന്നു തോന്നുന്നു. പണ്ട് ഞാൻ ഭയങ്കര റൊമാൻറ്റിക് റൊമാൻറ്റിക്കിലാണ് പൊന്നിനെ നമ്മളിങ്ങനെ വളച്ചെടുത്തത്. ഇപ്പൊ പിന്നെ പ്രാരാബ്ദം കാരണം സമയമല്ല, നല്ല നമ്മുടെ ആ ഒരു റൊമാൻറ്റിക് കട്ടായി പോയി. കട്ടായിട്ടൊന്നുമില്ല ഗൈസ്. പണ്ടാണെങ്കി ചോട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ഞാൻ അത്രയൊന്നും ഇല്ല, എന്നാലും നമുക്ക് പിന്നെ പേടിയൊന്നുമില്ല. നമുക്ക് പിന്നെ റൊമാൻറ്റിക് വലിയ റൊമാൻറ്റിക് ഒന്നുമില്ല. പക്ഷെ ഷാറുഖ് ഖാൻ റൊമാൻറ്റിക് ഒന്നുമില്ലേ, നമ്മുടെ സ്വന്തം റൊമാൻറ്റിക് ഇല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ റൊമാൻറ്റിക് ആയിരുന്നു, അത്യാവശ്യം നല്ല റൊമാൻറ്റിക് ആയിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ സർപ്രൈസ് ഒക്കെ തന്നില്ലേ, എപ്പോഴായിരുന്നു ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒക്കെ തന്നത്. ഒരു റൊമാൻറ്റിക് സർപ്രൈസ് ഒക്കെ വിചാരിച്ചു, പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. അതിന്റെ ഇടയ്ക്ക് കുറെ ഇതൊക്കെ വന്ന് മൊത്തത്തിൽ ചീറ്റിപ്പോയി നമ്മുടെ ബർത്ത്ഡേ പ്ലാൻ. കഴിഞ്ഞു? ഇല്ല ഇല്ല ഇല്ല, ഒന്ന് വെയിറ്റ് ചെയ്യ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളത്? അത് ഞാനാണ്. നമ്മൾ രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് വന്നുവെച്ചാൽ വഴക്കുണ്ടാക്കത്തില്ലെന്നല്ല, വഴക്കൊക്കെ നല്ല രീതിക്ക് ഉണ്ടാക്കും. വഴക്കിന്റെ എന്റെ പൊന്നൊന്നും പറയാണ്ട് നമ്മള് ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മൾ രണ്ടുപേർക്കും അങ്ങോട്ട് പീക്ക് എന്ന് പറഞ്ഞാ പീക്ക്. പക്ഷെ അത് ഞങ്ങളിൽ തന്നെ ഒതുങ്ങി ഫിനിഷ് ആക്കി. അതെ, വഴക്കുണ്ടായിട്ടുണ്ട്, പിണക്കം എല്ലാം ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വഴക്കുണ്ടാക്കി നമ്മള് ഒരു ദിവസത്തേക്ക് കൂടുതലൊന്നും ഇരുന്നിട്ടില്ല. ഇല്ലില്ല, ഒരു ദിവസത്തെ അല്ല. വഴക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും പീക്ക് വഴക്കുണ്ടാക്കിയിരുന്നു, നല്ല രീതിക്ക് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചു നേരത്തേക്ക് ഒരു നൈറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം സോൾവ് ആവും. അന്ന് തന്നെ പൊരിഞ്ഞ പീക്ക് സ്നേഹത്തിലേക്ക് മാറില്ലേ. അപ്പൊ തന്നെ ഭയങ്കര സ്നേഹമാവും നമ്മള്. അങ്ങനെയാണ്. ഇപ്പൊ വഴക്കുണ്ടാക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല, സാഹചര്യങ്ങളാണ്. എല്ലാവരുടെ ലൈഫിലും വഴക്കണം. വഴക്കുണ്ടാക്കാത്തതായിട്ടുള്ള മനുഷ്യർ ഈ ലോകത്തുണ്ട്. അത് റീൽസിലൊക്കെ ഭയങ്കര ഇതൊക്കെയാണ്. പക്ഷെ ആ റീൽസ് എടുക്കുന്നതിന്റെ ഇതിൽ തന്നെ ഉണ്ട് നമ്മളൊരു 100 വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വീഡിയോ അടിയായിരിക്കും. അതൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ അടിക്കും വഴക്കിനും ശേഷം ചിലപ്പം വഴക്ക് കാരണം നമ്മള് വീഡിയോസൊക്കെ അന്ന് എടുക്കാൻ ഭയങ്കര രീതി വരും. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും, അന്നേരം ആ വീഡിയോ കട്ട് ചെയ്യും. അന്നത്തെ ദിവസം വീഡിയോ എടുക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ഡിലേ ആവുന്നത് ഇല്ലേ. ഒന്നാമത്തെ കാരണം അത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതില്ലെങ്കിൽ ഒരു റിലേഷൻ മുന്നോട്ട് പോകത്തില്ലേ. നമ്മളെന്തൊക്കെ വഴക്ക് അടിയെല്ലാം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം ഇല്ലേ, വഴക്കൊക്കെ ഉണ്ടെങ്കിലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു സാധനം ഇടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതല്ലേ കൈസ്, അത് തന്നെ രണ്ടുപേർക്കും അത് ഉണ്ടാവുന്നതാ ഇല്ലയോ. അതെ, ഉണ്ടാക്കി എടുക്കുന്നതല്ലേ കൈസ്, ഉണ്ടാവേണ്ടതാണ്, സ്വയം ഉണ്ടാവേണ്ടതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാം ഗൈസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിന്റെ അടിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇറക്കാം. ഇത് ഞങ്ങൾക്കൊരു ഗെയിമായിട്ട് തുടങ്ങി. Q&A ഒക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ കുറച്ചുണ്ടാക്കി അങ്ങ് ചെയ്ത് അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഫണ്ണായിട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോ അതുപോലല്ല റിയൽ ലൈഫ് എന്നുള്ള കാര്യം. പക്ഷെ അതിന് മുമ്പിൽ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് റീലിലോട്ട് വരുന്നത്. ആ ഒരു സാധനം നമ്മള് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മള് പറഞ്ഞത് എങ്ങനെ, ആരാണ് കൂടുതൽ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ തമ്മിൽ പരസ്പരമുള്ള ആ ഒരു
ഇത് ഇല്ലേ അതിനെ പറ്റിയാണ് guys. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇത്ര ഉള്ളൂ, ഇത്ര നമ്മള് നോക്കിട്ട് എടുത്തോളൂ. അതെ നമ്മളെ പരിമിതി കൊറേ പേര് ഇങ്ങനെ കൊറേ ചലഞ്ച് പോലത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കും. അല്ലാതെ ഒരു ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ മഴയൊക്കെ ഇല്ലേ, അത് ഭയങ്കര പാടൊക്കെ പുറത്തു പോയി ചെയ്യാനൊക്കെ. അപ്പൊ കൊറേ പേര് അങ്ങനെ ഇച്ചിരി ഈ നമ്മൾ കുറച്ചുകൂടെ ഫണ്ണായിട്ടുള്ള ചലഞ്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അടിയിൽ കുറെ പേര് വന്നല്ലേ നല്ല നല്ല കമന്റ്സ് ഇടുക ഗൈസ്. അപ്പൊ ഒരു ഫണ്ണായിട്ട് അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാല്ലേ, ഒരു ഗെയിം മാതിരി അതെങ്ങനെ എന്തുവാന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. ഇത് നമ്മളെ പറ്റി അറിയാത്തവർക്കും നല്ലതായിരിക്കും, അറിയാത്തവർക്ക് നമ്മളെ പറ്റി അറിയാൻ എങ്ങനെയാണ്. അല്ല ഇപ്പോഴും കുറെ ലെവലൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ലവ് സ്റ്റോറി അത് ഇത് എന്നൊക്കെ പറയാൻ ഇവർക്ക് ചെറിയൊരു ഇതായിരിക്കും ഇല്ലേ. ഇപ്പഴും നമ്മുടെ പേരറിയാത്തവര് പോലും ഉണ്ട്. നമ്മുടെ എല്ലാവരും അങ്ങനെ അറിയണോന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മുടെ ലൈവിൽ വന്ന് കൊറേ നേരം ലൈവ് കണ്ടിട്ട് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബർ പേരെന്തോ പേരറിയത്തില്ല, പക്ഷെ സബ്സ്ക്രൈബർ അതൊക്കെ പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ കോമഡി. എല്ലാരും എന്തായാലും നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടുക. അപ്പൊ നമ്മൾ അതനുസരിച്ച് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ കുറെ വീഡിയോസിൽ പറയണം എന്ന് വിചാരിച്ച കാര്യമാണ് ഒരു ബോഡി ഷേമിങ് പോലുള്ള ഒരു കാര്യം. ആർക്ക്? എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കില്ലേ വരുന്നത്. അപ്പം അത് കുറെ കമന്റ്സ് ആയിട്ടും പിന്നെ അല്ലാതെ എന്തോ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും കുറെ വരുന്നുണ്ട്. എന്റെ പൊന്നു ഗൈസ്, ഞാനത് പറയാം. ഇവിടെ പട്ടിണി ഫുഡൂടെ പറയുന്നത്, ഇവിടെ പട്ടിണി കിട്ടേക്കൊന്നും അല്ല, അല്ലാതെ ഫുഡ് തരാതിരിക്കുക അങ്ങനെ ഒന്നും ഒരു സംഭവം ഇല്ല. ഞാൻ എന്റെ വയറ്റിൽ എനിക്ക് കൊള്ളുന്ന അത്രേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് എന്നെ പോലുള്ള കുറെ പിള്ളേരുണ്ട്, കുറെ ഇങ്ങനെ ലൈവിലായാൽ പോലും കുറെ പേര് ഇങ്ങനെ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒന്നും എന്തുവാ ചോട്ടിന് കൊടുക്കുന്നില്ല, ചോട്ട് അങ്ങനെയാണ്. പക്ഷെ ഞാൻ നല്ല സ്ട്രോങ് ആണ്, നല്ല 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 സ്ട്രോങ് ആണ്, ബോണൊക്കെ നല്ല സ്ട്രോങ് ആണ്. പക്ഷെ അങ്ങനെ എന്താ കുറച്ച് വണ്ണമായിട്ട് വെക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇനി വെച്ചൂടാ എന്നില്ല, ഇനി ഫ്യൂച്ചറിൽ വെക്കുമായിരിക്കും അറിയത്തില്ല. പക്ഷെ എന്നെ പോലുള്ള കുറെ ഗേൾസ് ഉണ്ട് ലൈവില്. ഞാനിങ്ങനെ കുറെ ഗേൾസ് ഇങ്ങനെ വന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ഇതുപോലെ എന്തോ ഒട്ടും വണ്ണം ഇല്ലാത്തവരെ കുറെ പേര് ഞങ്ങളിങ്ങനെ ബോഡി ഷേവിങ് ചെയ്യുന്നുണ്ട്, വണ്ണമില്ല എന്തെങ്കിലും കഴിക്ക് വണ്ണം വെച്ച് കഴിഞ്ഞാൽ പറയും ഭയങ്കര വണ്ണം കുറച്ചുകൂടെ സ്ലിം ആയിക്കൂടെ, സ്ലിം ആയാൽ പറയും പട്ടിണിയാന്ന് പറയും. അപ്പൊ നമ്മള് കഴിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട്. മന്തിയൊക്കെ ഞാൻ ശരിക്കും അൺലിമിറ്റഡ് കഴിക്കുന്ന സാധനം. തൊട്ടപ്പുറത്ത് മന്തിക്കടയാണ് നമ്മള് നമ്മള് വീഡിയോസിൽ എപ്പോഴും ഉള്ള സാധനം മന്തി കഴിക്കുന്നത്, എപ്പോഴും മന്തി വാങ്ങി കഴിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇഷ്ടമുള്ള ഇപ്പം എന്താ ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കൂടുതൽ കഴിക്കും. പിന്നെ ഇങ്ങനെ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് കുറവാ, ഞാൻ അങ്ങനത്തെ പിന്നെ ഷവർമയിലൊക്കെ ആണെങ്കിൽ ബർഗർ ഷവർമ അതൊക്കെ ആണെങ്കിൽ ആ ഒരു ടേസ്റ്റിലും കഴിക്കും ചിക്കൻ. അല്ലാതെ കറിയൊന്നും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കത്തില്ല. അതിന്റെയൊക്കെ എന്തെങ്കിലും കുറവൊക്കെ കാണും. പിന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചെക്ക് ചെയ്ത് അതിന്റെ എനിക്ക് കുറവുണ്ട്, അതിന്റെ ഞാൻ ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. സൺലൈറ്റ് ഒക്കെ കൊള്ളുന്നുണ്ട്, സൺലൈറ്റ് കൊള്ളുന്നില്ല അതാണ് മെയിൻ. അത് ഞാൻ നേരത്തെ എന്റെ വീട്ടിൽ നിന്നപ്പോഴേ എങ്ങനെയാണ് അകത്തിരുന്ന് പഠിച്ചതുകൊണ്ട് അധികം സൺലൈറ്റ് എനിക്ക് കൊള്ളാനും പറ്റത്തില്ല. ഇപ്പൊ ഗൈസ് ഇനി ഒരു കാര്യം അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും ഇങ്ങനെ ഭയങ്കരമായിട്ട് വൾഗറായിട്ട് കിടന്ന് ബോഡി എന്റെ ലുക്കിനെ പറ്റിയൊക്കെ ആയിരിക്കും പറയുന്നത്, ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുന്നത്. ഇവനങ്ങനെ എനിക്ക് ബോഡി ഷേമിംഗ് ആണ് സത്യം പറഞ്ഞ, എന്റെ ഒരു ബോഡി ഷേമിംഗ് തന്നെ. അപ്പം കഴിക്കുന്നതിനും കഴിക്കാത്തതിനും അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് ഗൈസ്. പ്ലീസ് ആരെയും ബോഡി ഷേം ചെയ്യാതിരിക്കുക. ഗൈസ് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാത്തവര് നമ്മളെ വീഡിയോ കാണണ്ട, റിജക്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മളെ കുറച്ചു പേരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലായി, അപ്പം കാണുന്നുണ്ട്. അപ്പൊ അവരോടെല്ലാം നമുക്ക് സ്നേഹം മാത്രം. ഇപ്പം നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്യുക, എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 100K നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇല്ലേ.
ഉറപ്പായിട്ടും 100K നമ്മൾ ഗീവ് അവേ തരുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് നമ്മൾ ഗീവ് അവേ തരുന്നുണ്ട്. ആരെയും പറ്റിക്കത്തില്ല. ഓക്കെ, അതിനുശേഷം പിന്നെ ഗീവ് അവേയുടെ മേളമായിരിക്കും. പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഗീവ് അവേ തരാൻ നോക്കാം. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ 100K അത് നമ്മൾ എന്തായാലും അത് സെറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത നെക്സ്റ്റ് വീഡിയോ നമ്മൾ കുറച്ചുകൂടെ ഫൺ ആക്കി കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, അതെ. അപ്പൊ എല്ലാവർക്കും ബൈ.